സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. ചടങ്ങിനിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് നേതാക്കളുടെ അറിവോടെയല്ലെന്ന് മൂവരുടെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഖർഗെയും അതൃപ്തി വ്യക്തമാക്കിയെങ്കിലും ഗായക സംഘം വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുകയായിരുന്നു. വന്ദേമാതരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഗാന്ധി നെഹ്റു കാലം മുതൽ ആദ്യത്തെ 12 വരി മതിയോ അതോ മുഴുവൻ പാടണോ? ഈ ചോദ്യമുണ്ട്. അതിനൊന്നുമില്ലേ? ദേശീയ പ്രസ്ഥാനമാണ്. അവസാന ഭാഗത്തിലെ വരികൾ വിഗ്രഹാരാധനയാണ്. അത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അസ്വസ്ഥപ്പെടുത്തുമെന്ന് നിലപാടെടുത്തത്. അതാണ് കോൺഗ്രസ് നിലപാട്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം 80 വർഷം പിന്നിടുമ്പോഴും രാജ്യത്തെ വെട്ടിമുറിച്ച് കൊണ്ടുപോയ മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ആളുകളുടെ ഭൂതം പ്രാപിച്ച ആളുകൾ ഇന്നും ഈ രാജ്യത്തുണ്ട് എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വസ്തുതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 100% ഞാൻ യോജിക്കുന്നു. കാരണം ഈ രാജ്യത്ത് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതം പോലും പാടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഒരു പൗരനും ഇല്ല എന്ന് പറയാൻ ആരാണ് കോൺഗ്രസ്? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അവരാണോ തീരുമാനിക്കുന്നത് ഇത്ര വലിയ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? 1870 ഈ ബംഗാൾ സാഹിത്യകാരനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്ന് പറയുന്ന ആളാണ് ഈ വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഗീതം രാജ്യത്തിനായി സമർപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ഭൂമികയിലാണ് സമർപ്പിക്കുന്നത്. എൻ്റെ അമ്മയെപ്പോലെ ഈ രാജ്യവും എങ്ങനെയാണ് എന്നുള്ളത് വർണ്ണിക്കുന്ന ഒരു ഗീതം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ആ ഗീതം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് 1905 ബംഗാൾ വിഭജനത്തിനോടനുബന്ധിച്ച് ബ്രിട്ടീഷുകാരൻ മതത്തിൻ്റെ പേരിൽ ബംഗാളിനെ ഭാരതത്തിൽ നിന്ന് വിഭജിച്ചു മാറ്റുമ്പോൾ ആ ബംഗാൾ വിഭജനത്തിനെതിരായി ജാതി മത വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഗംഗാനദിയുടെ തീരത്ത് നിന്ന് സ്നാനം ചെയ്ത് കയറി അവർ ഈ വന്ദേമാതര ഗീതം ആലപിച്ചുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആ പോരാട്ടം നയിച്ച ഒരാളും ഈ വന്ദേമാതരത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ഒരുമിച്ച് നിന്ന് ഒരു കൈയോട് കൈ ചേർത്ത് പിടിച്ചാണ് ഈ ഗീതം പാടിക്കൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെട്ട ഭഗത് സിംഗ് അടക്കമുള്ള നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെല്ലാം ഈ നാട്ടിൽ വിളിച്ചത് വന്ദേമാതരവും ഭാരത് മാതാ കി ജയുമായിരുന്നു. അറിയാമല്ലേട്ടാ, അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെയൊക്കെ. ആരാണ് തീരുമാനിച്ചത് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്ന്? ശ്രേയസ് നന്ദു. ആരാണ് തീരുമാനിച്ചത്? 1930 എന്നാണ് ഞാൻ ഓർക്കുന്നത്. 30 ആ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കാതെ പോകുന്നത്. 1930 ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേമാതരത്തിൽ 2 സ്റ്റാൻസ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു ചർച്ച വരുമ്പോൾ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ എതിർക്കുന്നത്. ആദ്യമായി സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ 1905-ലും 1870-കളിലും ഈ വന്ദേമാതര ഗാനം ഉണ്ടാകുമ്പോഴൊന്നും പ്രശ്നമില്ലാതിരുന്ന 1905 ബംഗാൾ വിഭജന കാലത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ വിഭജന കാലത്തൊന്നും ഇല്ലാതിരുന്ന അതിലൊന്നും വലിയ കാര്യമില്ല ഒരു മതവെറിയുടെ ഭ്രാന്ത് ഈ വരികളിൽ ഉണ്ട് എന്ന് 1930 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുമ്പോൾ 1937 ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർ പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവരുടെ ഒരു വേദിയിലാണ് 1937 ഈ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1937 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ഗീതത്തെ നമ്മുടെ നാഷണൽ സോങ് ആയി പ്രഖ്യാപിക്കുമ്പോഴും ഈ 2 സ്റ്റാൻസ മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരോ? 1905 ബംഗാൾ വിഭജന കാലത്തില്ലാതിരുന്ന
എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1930കളിൽ ഉണ്ടായത്? വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള താങ്കളുടെ ദേശീയ നേതാക്കളടക്കം ആദരിക്കുന്ന നേതാക്കളെടുത്ത നിലപാട്, അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ? അല്ലല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആര്യോട് അങ്ങോട്ട് ചോദിക്കട്ടെ, അപ്പോൾ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്? അത് പിന്നെ എന്തായിരുന്നു വികാരം? അപ്പോ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് 1930 ഉണ്ടായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി രണ്ടായി വിഭജിച്ച സമയത്ത് അവർക്ക് അവരുടെ നിലപാടെടുക്കാമായിരുന്നല്ലോ. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ രണ്ടായി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് രണ്ടായി മുറിച്ചത്. അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായി ഹിന്ദുസ്ഥാനവും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനവും വേണമെന്ന് പറഞ്ഞല്ലേ വാദിച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇന്നും ഈ നാട്ടിലും നമ്മൾ വിഭജിക്കപ്പെട്ട ഈ നാട്ടിലും ഒന്നായിരുന്ന നമ്മുടെ ഭാരതത്തെ രണ്ടാക്കി മാറ്റിയിട്ടും ഇന്നും ചില ആളുകൾ ആഗ്രഹിക്കുന്ന എന്തായാലും BJP അല്ല, ഇന്നലെ വരെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല. അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? വർഗീയത കുറയ്ക്ക് പഞ്ചമി, എപ്പോ നോക്കിയാലും ഇത് തന്നെ. ഒരു മിനിറ്റ് ആര്യ, ഞാൻ താങ്കളോട് രണ്ട് കാര്യങ്ങൾ, താങ്കൾ ഇപ്പൊ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന 1925 RSS രൂപീകൃതമാകുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. 1870 ഈ ഗാനം ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്, RSSന്റെ അജണ്ടയാണ് വന്ദേ മാതരം പൂർണ്ണമായി പാടണം എന്ന് പറയുന്നത്. RSSന്റെ അജണ്ടയാണ്. RSS രൂപീകൃതമാകുന്നതിന് മുൻപ്, RSS എന്ന് പറയുന്ന ആശയം വരുന്നതിന് മുൻപ് ഉള്ള ഒരു ഗീതമാണ് വന്ദേ മാതരം എന്നുള്ളതാണ്. 1870 എന്തായാലും RSS ഇല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? ഇനി അത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ? RSS ആണോ? RSSും BJPക്കും ഒരു പങ്കുമില്ലാത്ത ആ വിഭജന കാലത്ത്, ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ.